നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ക്ലബ്ബ് വേൾഡ് കപ്പ് അടക്കമുള്ള വമ്പൻ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്റർ മയാമി. ഇപ്പോൾ സീസൺ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 എത്തി അതിൻ്റെ ആദ്യപാദ മത്സരം അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം, അത് നിർബന്ധമാണ്. അവരുടെ കളി കാണുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്റർ മയാമി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അർജന്റീനയിൽ നിന്നൊരു താരത്തെ കൊണ്ടുവരുന്നു. അതും യുവതാരമാണ്. 21 വയസ്സുകാരനായിട്ടുള്ള ബാൽത്തസാർ റോഡ്രിഗസിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്റർ മയാമി. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. പക്ഷെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. റിപ്പോർട്ട് യുവാൻ പാബ്ലോ പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല നാളത്തെ കളിക്ക് റേസിങ്ങിലാണ് നിലവിൽ യുവതാരമുള്ളത്. നാളത്തെ കളിക്കുള്ള റേസിങ്ങിൻ്റെ സ്ക്വാഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അതോടുകൂടി കാര്യം കൺഫേം ആയിട്ടുണ്ട്. അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് ലോണിൽ ചേക്കേറുകയാണ് എന്നാണ് റിപ്പോർട്ട്. അടുത്ത ഡിസംബർ വരെ എന്ന് പറഞ്ഞാൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ, അവിടെ അങ്ങനെയാണല്ലോ, ഫെബ്രുവരിയിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് MLS സീസൺ. സോ ഈ സീസൺ അവസാനിക്കുന്നത് വരെ ഇന്റർ മയാമിയിലായിരിക്കും ബാൽത്തസാർ റോഡ്രിഗസ് കളിക്കുക. അക്കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. 21 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. അർജന്റീനയുടെ അണ്ടർ 23 ടീമിന് വേണ്ടി ഓൾറെഡി 5 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ്. റേസിംഗ് ക്ലബിന് വേണ്ടി 2023 മുതൽ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ ലിയോ മെസ്സിക്കൊപ്പം അത് അർജന്റീനയിൽ നിന്നുള്ള ഏതൊരു താരത്തിനെയും സ്വപ്നമാണ് മെസ്സിയുടെ ടീംമേറ്റ് ആവുക എന്നുള്ളത്. അത് 21 വയസ്സിൽ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ബാൽത്തസാർ റോഡ്രിഗസ്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്റർ മയാമിയുടെ മധ്യനിരയ്ക്ക് കരുത്ത് പകരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.